ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ലോസ് മാത്രം സമ്പാദിച്ചിട്ടുള്ള ഒരാളുടെ കഴിഞ്ഞ കുറച്ച് കാലത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. കഴിഞ്ഞ കുറച്ച് 3 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിലുണ്ടാകുന്ന റിസ്ക് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. വളരെ കുറേ അധികം ആളുകൾ ഈ ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് പോയി പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ സോഷ്യൽ മീഡിയസിലേക്ക് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം, ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്ന സ്ക്രീൻ റെക്കോർഡുകളും അതുപോലെ തന്നെ അതിനുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നല്ല. പക്ഷേ ഈ ലോസ് എന്ന് പറയുന്ന സമ്പാദിക്കുന്ന വീഡിയോ നമ്മൾ കാണുന്നില്ല. ലോസ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു അറിവ് വളരെ കുറവ് തന്നെയാണ്. തീർച്ചയായിട്ടും ആ അറിവിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ആളുകൾ ഈ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്നത്, അതുപോലെ തന്നെ കോഴ്സുകൾ കൊടുക്കുന്ന അങ്ങനെയുള്ള സർവീസുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ക്യാപിറ്റൽ ഇല്ലാതാവും. നമുക്ക് ഈ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ ചെയ്തുള്ള വീഡിയോയിൽ പോലെ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത് നമ്മൾ നോക്കേണ്ടത്. എക്സ്പയറി ദിവസങ്ങളിലൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ ട്രേഡ് ചെയ്ത് നല്ല രീതിയിൽ ലോസ് വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലോസ് വരും. ഓവർ ട്രേഡിങ് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. ഓവർ ട്രേഡിംഗ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രോക്കറേജ് കൊടുക്കാൻ തന്നെയായിരിക്കും. അതിന് നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം തന്നെ ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും. ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും. പിന്നെ നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ലോസ് വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാതെ നമ്മൾ ലോസിനെ റണ്ണ് ചെയ്യിച്ചുകൊണ്ട് പ്രോഫിറ്റ് ചെറിയ രീതിയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുന്ന ഒരു പ്രവണത. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഒരു ഓപ്ഷൻ ട്രേഡർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്, ഇഷ്ടംപോലെ ആളുകൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവരെടുത്തിട്ടുള്ള സ്ട്രഗിളും പീരീഡുകൾ നമ്മളൊന്നും അറിയുന്നില്ല. അപ്പോൾ അവരുടെ ഒരു വിന്നിങ് പീരീഡ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അവർ വിന്നായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ വിന്നായി നിൽക്കുന്നതിന് അവരെടുത്തിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷം കാലങ്ങളിൽ പ്രോഫിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2022, 2023 പ്രോഫിറ്റ് കാണും. പക്ഷേ 2023, 2024 വരുമ്പോൾ തന്നെ ലോസ് വളരെ വലിയ രീതിയിൽ ലോസ്, ഏകദേശം ഒരു 8 ലക്ഷത്തിൻ്റെയൊക്കെ ലോസ് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓവറോൾ ഒരു 10 ലക്ഷം രൂപ ലോസിലാണ് ഇദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ലോസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ട്രേഡിംഗ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ലോസ് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റാതെ വരിക, അതുപോലെ തന്നെ ഓവർ ട്രേഡിങ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് നമ്മൾ നമ്മുടെ ക്യാഷ് ഇട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇമോഷൻസ് നമുക്കുണ്ടാകും. നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമോഷൻസ് ഉണ്ടാകും. ആ ഇമോഷൻസ് നമ്മൾ ഓവർ ട്രേഡിങ്ങിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമ്മൾ ബൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു 2 ലോട്ട് മേടിക്കേണ്ട സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് 6 ലോട്ടും 10 ലോട്ടൊക്കെ മേടിച്ച് ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ പോയി മേടിക്കുന്നു. ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ പോയി മേടിക്കാൻ നേരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങൾ തന്നെയാണ്, പഴയ വീഡിയോയിൽ പറഞ്ഞുള്ളതാണ്. ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ മേടിക്കാൻ നേരത്ത് ആ ഒരു സ്ട്രൈക്ക് പ്രൈസ് അവിടെ എത്താതെ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാതെ ഔട്ട് ഓഫ് മണിയിലൊക്കെ ഇന്ന് സൈഡ് വേസൊക്കെ കളിക്കാൻ നേരത്ത് നമുക്ക് എന്തായാലും ലോസ് വരും. പിന്നെ എക്സ്പയറി ദിവസങ്ങളിൽ നമ്മൾ ജാക്ക്പോട്ട് ട്രേഡുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ജാക്ക്പോട്ട് ട്രേഡൊക്കെ എടുക്കാൻ നമ്മൾ 0 ഒക്കെ നമ്മൾ എൻട്രി കിട്ടും. ചില സമയങ്ങളിലൊക്കെ നമുക്കത് വിന്നിങ് വരും, ചില സമയങ്ങളിലൊക്കെ അത് ലോസിലേക്ക് വരും. ഇതിൻ്റെ ടൈം വാല്യൂ എന്ന് പറയുന്ന സംവിധാനമാണ് ഓപ്ഷൻ ബയേഴ്സിന് ടൈം വാല്യൂ ഓപ്ഷൻ ബൈസ് നെഗറ്റീവായിട്ട് ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ജാക്ക്പോട്ടൊക്കെ ചില ദിവസങ്ങളിൽ മാത്രം പ്രോഫിറ്റിലേക്ക് വരും, ചില ദിവസങ്ങളിൽ നെഗറ്റീവിലേക്ക് വരും. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിൽ. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് മാത്രമാണ് ഇത് വിജയിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെയൊക്കെയാണ് ലോസ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 10 ലക്ഷം രൂപ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഓപ്ഷൻ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ റിസ്ക്കുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് തീർച്ചയായിട്ടും പറഞ്ഞു തരാനുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള റിസ്ക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ സ്വയമേ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വഴി നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഈ ഓപ്ഷനിൽ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ പല ദിവസം പല ഇതായിരിക്കും. അപ്പോൾ ഒരു സെറ്റപ്പ് നമുക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ PDH അല്ലെങ്കിൽ CPR നോക്കിയിട്ട് ആ CPRൽ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടുപിടിച്ച് ആ സെറ്റപ്പിൽ തന്നെ പിറ്റേ ദിവസം വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ പല ദിവസം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്വയമേ പഠിച്ചാൽ മാത്രമേ നമുക്കിതിനകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആര് ക്ലാസ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വിജയിക്കാം. നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജി നമുക്ക് ലോസിനെ കട്ട് ചെയ്യാൻ എങ്ങനെയാണ്, ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അങ്ങനെ ട്രേഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ തന്നെ പഠിച്ചതിന് മാത്രമാണ് ഓപ്ഷൻ ട്രേഡിംഗ് വിജയിക്കാൻ പറ്റുള്ളൂ.